blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇതിൻ്റെ ഓരോ വ്യൂവർക്കും നൽകട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇത് നമുക്ക് ആദ്യമേ തന്നെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. അവർ നമ്മെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ഇന്ന് അനുഗ്രഹിക്കാം. കർത്താവ് ഞങ്ങളെല്ലാവരും ചേർന്ന് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള വെൽവിഷേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളുടെ വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വശം, ഇടതുവശം തളർന്നുപോയ ആ സഹോദരിയെ കർത്താവെ സമ്പൂർണ്ണമായി അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സിസ്റ്റർ ലോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലർജി സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതോട് ചേർന്ന് കർത്താവെ, USA നിന്നുള്ള തോമസിനും ഡോട്ടിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവർക്കും നല്ല ഒരു ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഡോട്ടിയുടെ സ്കിൻ ഡിസീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഒപ്റ്റിക്കൽ നെർവ് കൺട്രാക്ഷൻ മൂലമുള്ള പൂർ ഐസൈറ്റ് മാറട്ടെ. നല്ല കാഴ്ച കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ സെലനിക്കായും സെലക്സിനായും പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ, ഭാവിയെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന് കർത്താവെ അലർജിയിൽ നിന്നും സമ്പൂർണ്ണമായ സൗഖ്യം അങ്ങ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. തുടർന്ന് ബാംഗ്ലൂരിൽ നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശങ്ങൾ, അതുപോലെ അവിടെ കേട്ട അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ, അതാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തിരിച്ചു വരും. The best way to approach God is to approach Him with the blood of His own Son Jesus. ദൈവത്തെ സമീപിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് അവൻ്റെ ഏകജാതനായ പുത്രന്റെ രക്തവും എടുത്തുകൊണ്ട് ചെല്ലുക എന്നുള്ളതാണ്. This is because when you go with the blood of Jesus, no one is going to prevent you. ഇതിന്റെ കാരണം ഇതാണ്, യേശുവിന്റെ രക്തവുമായിട്ടാണ് ദൈവ സാമീപ്യത്തിലേക്ക് പോകുന്നെങ്കിൽ വഴിയിൽ ആരും നിങ്ങളെ തടയുകയില്ല. Even in the Old Testament, if ever a high priest wanted to go to the most holy place, he had to take the sacrificial blood. പഴയ നിയമത്തിൽ വായിച്ചാൽ ഒരു മഹാപുരോഹിതന് പോലും ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. The blood of Jesus is the entry ticket into God's presence. ഓർക്കുക, ദൈവ സാന്നിധ്യത്തിലേക്ക് കയറുവാനുള്ള പ്രവേശന ടിക്കറ്റാണ് യേശുവിന്റെ രക്തം എന്നുള്ളത്. You can use that entry ticket regardless of time, space, priority or hierarchy. Nothing is going to prevent you. ഓർക്കുക, ഈ എൻട്രി ടിക്കറ്റ്, ഈ ഒരു പ്രവേശന ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനങ്ങൾക്കോ മാനങ്ങൾക്കോ മറ്റു പല കാര്യങ്ങൾക്കോ നിങ്ങളെ ഒരിക്കലും ആർക്കും തടയാൻ സാധ്യമല്ല. Shout one more hallelujah. ഒരു ഹല്ലേലൂയ കൂടെ പറയാമോ? Hallelujah. ശബ്ദമുയർത്തി. Hebrew chapter 9 verse number 12. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിലേക്ക് വന്നാൽ, neither by the blood of goats or calves
but by his own blood he entered in once into the holy place, having obtained eternal redemption for us. അവിടെ എഴുതിയിരിക്കുന്നു, കോലാളുകളുടെയോ പശുക്കുട്ടികളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ സ്ഥലത്ത് ഒരിക്കലായി പ്രവേശിച്ച് നിത്യമായ വീണ്ടെടുപ്പ് സ്ഥാപിച്ചു. Jesus went this way with his own blood 2000 years ago. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ വഴിയിലൂടെ തന്റെ രക്തവുമായി പിതാവിന്റെ അടുക്കിലേക്ക് പോയവനാണ്. Today in this generation we can take by faith that same blood and go the same way and enter the most holy place. ഓർക്കുക, ഇന്ന് 2000 വർഷത്തിന് ശേഷം ഈ പുതിയ തലമുറയിൽ യേശുവിന്റെ വിശ്വാസ രക്തത്തെ വിശ്വാസത്താൽ എടുത്തുകൊണ്ട് അതേ വഴിയിലൂടെ തന്നെ നമുക്കും പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലാൻ സാധിക്കും. Hebrew chapter 10 verse number 19. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം. Therefore brothers, since we have confidence to enter the most holy place by the blood of Jesus. അവിടെ എഴുതിയിരിക്കുന്നു, യേശുവിന്റെ ശരീരം എന്ന തിരശ്ശീലയിലൂടെ നമുക്ക് തുറന്നു തന്ന ജീവനുള്ള പുതുവഴിയായി യേശുവിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ധൈര്യമുണ്ടായി. One more hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാമോ? So the first thing was this, first confess all the sins. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു, ആദ്യം എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റുപറയുക. The second thing is what? രണ്ടാമത് എന്തായിരുന്നു? Take the blood of Jesus. പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ദൈവസാന്നിധ്യത്തിലേക്ക് പോകാൻ യേശുവിന്റെ രക്തവും എടുത്തുകൊണ്ട് പോവുക. Third one, I'm only giving 3 things. The third one is enter the presence of God with thanksgiving and praise. മൂന്നാമത്തെ 3 കാര്യമേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം എഴുതി വെക്കുക, ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്തോത്രത്തോടും നന്ദിയോടും കൂടെ പ്രവേശിക്കുക. Psalm 104. സങ്കീർത്തനം 104. Enter his gates with thanksgiving and his courts with praise. Give thanks to him and praise his name. അവിടെ എഴുതിയിരിക്കുന്ന അവിടുത്തെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ പ്രവേശിക്കുവിൻ. Hallelujah. Hallelujah. In the Old Testament, when God gave them rules and regulations, one of the rule was this: nobody is allowed to come to the presence of God empty-handed. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ എന്ന തന്റെ സ്വന്തം ജനത്തിന് നിയമങ്ങളും നിബന്ധനകളും കൊടുത്തിരുന്നു. അതിൽ ദൈവം കൊടുത്ത ഒരു നിയമമായിരുന്നു, ആരും ഒരിക്കലും ദൈവാലയത്തിൽ വെറും കൈയോടെ വരുവാൻ പാടുള്ളതല്ല. No empty-handed man or woman was allowed in the courts of God. ദൈവത്തിന്റെ ആലയത്തിനകത്ത് പ്രവേശിക്കുന്നവൻ ഒരിക്കലും വെറും കൈയായി, ഒരു സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, വെറും കൈയായി പ്രവേശിക്കാൻ പാടുള്ളതല്ലായിരുന്നു. Hallelujah. Hallelujah. Today we can enter his presence with thanksgiving and praise. ഇന്ന് ഇതുപോലെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് കയ്യിലാടിനെ കൊണ്ടല്ല, മറിച്ച് സ്തുതികൾ കൊണ്ടും സ്തോത്രത്തെയും കൊണ്ടാണ്. Hallelujah. Hallelujah. Maybe we are in a great need today. ഇന്ന് നാം ഒരു പക്ഷേ വലിയ ആവശ്യങ്ങളുടെ മുൻപിലായിരിക്കാം. Usually when we face a need, we forget all the blessings we have enjoyed in the past. പലപ്പോഴും ദൈവം നമ്മുടെ മുൻപിൽ വലിയ ആവശ്യങ്ങൾ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്ന നന്മകളൊക്കെ നാം മറന്നു പോകാറുണ്ട്. But this will be a great training for us. എന്നാൽ ഇത് നമുക്കൊരു വലിയ പരിശീലനം തന്നെയാണ്. We should first give thanksgiving for all the blessings that we have enjoyed in the past life. എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമോ അപ്പോഴൊക്കെയും ആദ്യമേ നാം ചെയ്യേണ്ടത് ദൈവം മുൻകാലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നൽകിയ നന്മകൾക്ക് നാം നന്ദി അർപ്പിക്കുകയാണ് വേണ്ടത്. Hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയൂ? Now, when you enter the presence of God like that, what are you going to get from him? അങ്ങനെ നന്ദിയോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്ന നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിക്കാനായി പോകുന്നത്? Psalm 16 and verse number 11. സങ്കീർത്തനം 16-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം. You make known to me the path of life. You will fill me with joy in your presence, with eternal pleasures at
at your right hand. ജീവന്റെ മാർഗം അങ്ങെന്നെ അറിയിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷപൂർണതയും അവിടുത്തെ വലതുഭാഗത്ത് പ്രമോദങ്ങളും എന്നേക്കുമുണ്ട്. Number one thing that you are going to enjoy is life of God. ഒന്നാമതായിട്ട് സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം ജീവന്റെ മാർഗം, ജീവന്റെ വഴി. So we are carrying the blood of Jesus and we are carrying praises and thanksgiving. John 6:53 says, Jesus said to them, I tell you the truth, unless you eat the flesh of the Son of Man and drink his blood, you have no life in you. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വചനത്തിൽ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളിൽ ജീവനില്ല. That means when we drink the blood of Jesus, when we accept the blood of Jesus, life is flowing through us. ഓർക്കുക, അതിന്റെ അർത്ഥം ഇതാണ്, നാം യേശുവിന്റെ രക്തം കുടിക്കുക എന്നുള്ളത്. അവന്റെ രക്തത്തെ നാം അംഗീകരിക്കുമ്പോൾ, അവന്റെ രക്തത്തെ നാം ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം അവനെ തന്നെയാണ് നാം കുടിക്കുന്നത്, പാനം ചെയ്യുന്നത്. The path of the blood of Jesus is a path of life. ഓർക്കുക, യേശു ക്രിസ്തുവിന്റെ മാർഗം എന്നുള്ളത് രക്തത്തിന്റെ മാർഗം, അത് രക്തത്തിന്റെ മാർഗം, ജീവന്റെ മാർഗമാണ്. ജീവന്റെ മാർഗമാണ്. Hallelujah. Hallelujah. So when we carry the blood of Jesus and go that way, we are going through the path of life. അതുകൊണ്ട് യേശുവിന്റെ രക്തവും എടുത്ത് യേശുവിന്റെ ജീവന്റെ മാർഗത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. Then we will be filled with life. അപ്പോൾ നാം കൂടുതൽ ജീവനുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. When we have life in us, നമ്മൾക്ക് ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ we have joy in his presence. നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായി നാം മാറുകയാണ്. Hallelujah. Hallelujah. So this is what I'm going to conclude with. ഇതാണ് ഞാൻ ഇന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം. There is life and joy in his presence. ദൈവസന്നിധിയിൽ ജീവനും സന്തോഷവുമുണ്ട്. Life is flowing from God. ദൈവത്തിൽ നിന്നാണ് ജീവൻ പ്രവഹിക്കുന്നത്. There is joy in his life. അവന്റെ ജീവനിൽ സന്തോഷമുണ്ട്. If there is no joy in your life, there is no life in you. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ജീവനുമില്ല. Many people laugh, but that is not coming from the real joy. ഒത്തിരി ആളുകളും ചിരിക്കാറുണ്ട്, പക്ഷെ അവർക്ക് ശരിക്കുള്ളൊരു സന്തോഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. People laugh when others crack jokes. ചില ആളുകൾ തമാശ പറയുമ്പോൾ ആളുകൾ പൊട്ടിച്ചിരിക്കാറുണ്ട്. But that joy is not coming from God. ആ സന്തോഷം എന്നുള്ളത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമല്ല. Hallelujah. Hallelujah. But when we are filled with the life of God, എന്നാൽ ദൈവത്തിന്റെ ജീവനാൽ നാം നിറയുമ്പോൾ the real joy is coming. യഥാർത്ഥത്തിലുള്ള സന്തോഷം പുറത്തു വരികയാണ്. So this is the steps. അപ്പോൾ ഇതാണ് ഈ പടികൾ എന്ന് പറയുന്നത്. Number 1, confess your sins. ആദ്യത്തേതായിട്ട് നിങ്ങളുടെ പാപത്തെ ഏറ്റുപറയുക. Take the blood of Jesus. രണ്ടാമതായിട്ട് യേശുവിന്റെ രക്തത്തെ കയ്യിലെടുക്കുക. Go confidently into the presence of Jesus. അപ്പോൾ ധൈര്യസമേതം ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുക. Then start offering thanksgivings and praises to the Lord. അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കാനായിട്ട് You will be ആരംഭിക്കുക. full of the life of God. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജീവനാൽ നിങ്ങൾ നിറയപ്പെടുകയാണ്. Then joy will be flowing from you to others. അപ്പോൾ സന്തോഷം നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാനായി തുടങ്ങും. Once you are in the presence of God, ഒരിക്കൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലായി കഴിഞ്ഞാൽ you can receive any healing, any miracle, any breakthrough, any freedom, any miracle in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സൗഖ്യത്തെയും ഏത് അത്ഭുതത്തെയും ഏത് സ്വാതന്ത്ര്യത്തെയും നിങ്ങൾക്ക് പ്രാപിക്കാനും കാണുവാനുമായിട്ട് Can സാധിക്കും. you shout one more ഒരിക്കൽ hallelujah? കൂടെ ഹല്ലേലൂയ പറഞ്ഞാല് ഈ നിൽക്കുന്ന ആൻറ്റിയുടെ പേര് ലിസി ജോസ് എന്നാണ്. ആൻറ്റി ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ
വളരെ അടുത്ത നാളുകളിൽ തന്നെ ചെയ്ത വലിയ അത്ഭുതങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ 6 മാസമായിട്ട് തൻ്റെ 2 ബ്രസ്റ്റിലും ഒരു ലെമ്പ് ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ആൻറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കുറച്ച് ടെസ്റ്റെല്ലാം അവർ നടത്തി. FNC സ്കാനിങ്, മാമോഗ്രഫി എന്ന് പറയുന്ന കുറച്ച് ടെസ്റ്റുകളെല്ലാം നടത്തിയപ്പോൾ അവർക്കൊരു സംശയം, ഇത് ക്യാൻസർ ആണോ എന്നൊരു സംശയം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇത് ബയോപ്സിക്ക് അയക്കണം, അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് പറഞ്ഞു. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ ബാംഗ്ലൂരിൽ ഇവിടെ നടന്ന ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ താൻ വരുമ്പോൾ തനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന്. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ മടങ്ങി ആ ടെസ്റ്റിന് വേണ്ടി പോയി. അതിനുശേഷം ആ റിസൾട്ട് വന്നപ്പോൾ ആൻറ്റിയുടെ ഉള്ളിലെ വിശ്വാസം പോലെ തന്നെ അതിൽ ഒരു ക്യാൻസറുമല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഒരു ക്യാൻസറും അല്ല, അത് സാധാ ഇതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ മകൾ BSc നേഴ്സിംഗ് പഠിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ വിക്ടറി എന്ന് പറയുന്ന കോളേജിൽ തനിക്ക് അഡ്മിഷൻ ലഭിക്കണം. അത് ഏറ്റവും നല്ല കോളേജാണെന്നാണ് പറയുന്നത്, ബാംഗ്ലൂരിൽ തന്നെ. അവിടെ അഡ്മിഷൻ ലഭിക്കണമെന്ന് ആ മകൾ വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ആൻറ്റി പറയുന്നു, ബ്ലെസ്സിങ് പ്രെയർ സെൻറ്ററിൽ വിളിച്ചു, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം മകൾ പറഞ്ഞു, കർത്താവേ എനിക്ക് വേണ്ടി ഒരു സീറ്റെങ്കിലും മാറ്റിവെക്കണമേ എന്ന് പറഞ്ഞു. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ഇവരുടെ അഡ്മിഷൻ, ഈ മകളുടെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഡ്മിഷൻ ക്ലോസ് എന്ന് എഴുതി കാണിച്ചു. അവസാനത്തെ സീറ്റ്, ആ മകൾ പറഞ്ഞതുപോലെ അവസാനത്തെ സീറ്റ് ആ മകൾക്ക് ലഭിച്ചു. അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാൾ ജോലിയൊന്നും ഇല്ലായിരുന്നു, മിലിറ്ററിയിലായിരുന്നു, റിട്ടയർഡിന് ശേഷം ജോലി ഇല്ലാതെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയും ഇതുപോലെ പ്രേയർ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് അദ്ദേഹം റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നു. മൈ ഗോഡ്, ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. കർത്താവേ, നീ കൊടുത്ത ഈ മിറക്കിൾസിനായി നന്ദി. താങ്ക് യു ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിലും കർത്താവെ ഓരോ അത്ഭുതങ്ങളായി നിരനിരയായി ആ ഭവനങ്ങളിൽ വന്ന് പ്രവേശിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഈ സഹോദരിയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. ഈ ആൻറ്റിയുടെ പേര് അന്നമ്മ എന്നാണ്. ഈ ആൻറ്റിക്ക് ഇവരൊരു വീട് പണിയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഒരു ഹീലിംഗ് ടെസ്റ്റിമണി അല്ല, ഒരു ഭൗതികമായൊരു നന്മ കർത്താവ് കൊടുത്തതിൻ്റെ ഒരു ടെസ്റ്റിമണിയാണ്. ഇവർ ഒരു സ്ഥലം വാങ്ങിച്ചു, ഒരു വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു സ്ഥലം വാങ്ങിച്ചു, വീട് പണി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തോന്നിയത് അവിടെയല്ല വീട് വെക്കേണ്ടത്, വേറെ എവിടെയെങ്കിലും ആണ് വീട് വെക്കേണ്ടത്. തുടങ്ങിയ ശേഷമാണ് തോന്നിയത് ആ സ്ഥലം പോരാ, വേറൊരു സ്ഥലത്താണ് വീട് വെക്കേണ്ടത്. അങ്ങനെ ഇവർ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു വ്യക്തി വന്നിട്ട് അതിന് അഡ്വാൻസും കൊടുത്തു. പക്ഷേ അഡ്വാൻസ് കൊടുത്തല്ലാതെ അയാൾ പറഞ്ഞു ഇനി എനിക്ക് ആ വീട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. അതോടുകൂടെ വീടിൻ്റെ പണി ആരെങ്കിലും ഇങ്ങനെ വിൽക്കാൻ വേണ്ടി തരുന്ന പൈസ കൊണ്ട് വേണമായിരുന്നു അവർക്ക് വീട് പണിയാനുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് പോയതുകൊണ്ട് പിന്നീട് ഇവർക്ക് വളരെയധികം പ്രയാസമായി. 2 വർഷത്തിന് മുൻപായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 6 മാസം മുൻപ് ബ്രദർ ഡാമിയൻ ഇങ്ങനെ TV പ്രോഗ്രാമിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്, വീടിൻ്റെ പണി തീരാതെ കിടക്കുന്ന ആരുടെയൊക്കെയോ പണി കർത്താവ് പൂർത്തിയാക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഈ സഹോദരി പറയുന്ന അന്നത്തെ ആ എപ്പിസോഡിൽ ഇവർ ഇതുപോലെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. നടന്ന അത്ഭുതം എന്നുള്ളത് അതിൻ്റെ പുറകെ തന്നെ മറ്റൊരു വ്യക്തി വരികയും ആ വീട് പൂർണ്ണമായും പൈസ കൊടുത്ത് അത് വാങ്ങിക്കുകയും ആ വീടിൻ്റെ പണി തീർത്ത് അത് വിൽക്കുകയും ചെയ്തു. കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പുതിയ സ്ഥലവും ഇവർ വാങ്ങിച്ചു. കർത്താവ് അതുപോലെ ആ പ്രാർത്ഥന കേട്ട് അത്ഭുതം ചെയ്തു. അതുകൊണ്ട് ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള പണവുമായിട്ടാണ് ഈ സഹോദരിയുടെ നിൽക്കുന്നത്. പുതിയ സ്ഥലം മറ്റേതിനേക്കാൾ കുറച്ചുകൂടി സ്പേഷ്യസ്, നല്ലൊരു സ്ഥലമാണ്, നല്ല സ്ഥലം, അതിനേക്കാൾ നല്ല സ്ഥലം കർത്താവ് ആഗ്രഹവും കർത്താവ് നിവൃത്തിയാക്കി. ദാറ്റ് ഈസ് ഗ്രേറ്റ്. എന്നിട്ട് ഇന്ന് സ്പോൺസർ ചെയ്യാൻ വേണ്ടി പണവും കയ്യിലായിട്ടാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, ഒരു എപ്പിസോഡിൽ ഈ നിന്റെ മകളെ അനുഗ്രഹിച്ചു. അത് കർത്താവെ, ആ അനുഗ്രഹത്തെ ഒളിച്ചു വച്ചില്ല, പരസ്യമായി കർത്താവ് ചെയ്തത് പറയുക മാത്രമല്ല, വിശ്വാസത്തോടെ കർത്താവ് ഇവൾ പ്രവർത്തിച്ചിരിക്കുന്നല്ലോ. ഈ പണം കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന സമയത്ത് ആയിരങ്ങളെ അത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി യേശു കർത്താവിൻ്റെ കരം ഇന്ന് പ്രവർത്തിക്കും. കർത്താവെ, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ ഇപ്പോൾ സ്പർശിക്കണമേ. രോഗാവസ്ഥയിലായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമാശയത്തിന് പ്രയാസം വന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി ഒരുപക്ഷെ ഇനി ഒരിക്കലും കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്നവരോട് പലരും വിദഗ്ധ അഭിപ്രായം പറഞ്ഞു കാണും. പക്ഷെ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. അങ്ങൊരു അത്ഭുതം ചെയ്യണമേ. കടബാധ്യതകളിൽ വല്ലാതെ ഉഴലുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്ന് പുറത്തെടുക്കണമേ. സമാധാനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു സമാധാനമായി അവരുടെ അകത്ത് പ്രവേശിക്കണമേ. വല്ലാതെ ജീവിതഭാരങ്ങളെ തളർന്നിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, വിടുവിക്കണമേ. മദ്യപാനികൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, അതിൻ്റെ കെടുതികളിൽ നിന്നും ആ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും വെളിയിൽ വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. സന്ധിവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോയിൻറ്റുകൾ ഇപ്പോൾ ഫ്രീ ആകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. നട്ടലിൻ്റെ ഡിസ്കുകളിലെ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ അരക്കെട്ടിൻ്റെ ആ ഭാഗത്ത് വേസ്റ്റ് ഏരിയയിൽ ആ അസ്ഥികളിൽ പ്രയാസം അനുഭവിക്കുന്ന, ഇടുപ്പിലിൻ്റെ ഭാഗത്തൊക്കെ ബുദ്ധിമുട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങനെ പ്രയാസം സംഭവിച്ച ഒരു വ്യക്തി ഇങ്ങനെ ഏങ്ങിയാണ് നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. എല്ലാവിധ അലർജികളും സൗഖ്യമാകട്ടെ. അതുപോലെ ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഓരോ വ്യക്തികളിൽ ഇപ്പോൾ നടക്കുന്നതിനാൽ നന്ദി പറയുന്നു. സ്കിൻ അലർജി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് സോപ്പ്, ഡിറ്റർജൻറ്റ് പൗഡറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന അലർജി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചില പ്രത്യേക വസ്ത്രം ധരിക്കുമ്പോൾ ശരീരം മുഴുവൻ ചുമന്ന് തടിച്ച് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എയ്ഡ്സ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവെ പ്രത്യേകിച്ച് തൊട്ടങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഞാനത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏത് പ്രശ്നത്തിൽ നിന്നും ഓരോരുത്തരെ അങ്ങ് വിടുവിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ചില പ്രോഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. സർമൺ നോട്ട് കീപ്പർ. നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ കൃത്യമായി കുറിച്ച് വെക്കുവാനുള്ള ഒരു പുസ്തകമാണ്. ആവശ്യമുള്ളവർക്ക് വിളിക്കാം. പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ അവർക്ക് പ്രസംഗക്കുറിപ്പുകൾ തയ്യാറാക്കി എഴുതി സൂക്ഷിക്കുവാൻ, വളരെ ഓർഡർലി അതിൻ്റെ ഇൻഡെക്സ് സഹിതം സൂക്ഷിക്കുവാനുള്ളൊരു പുസ്തകമാണ്. അതുപോലെ ബ്ലെസ്സിങ് ടുഡേ ആരാധനാ ഗീതങ്ങൾ എന്ന ഈ സോങ് ബുക്കിൽ 1000-ൽ അധികം പാട്ടുകളുണ്ട്, 4 ഭാഷകളിൽ. ഇത് നിങ്ങൾക്ക് ഒത്തിരി നേരം കൂട്ടായ്മകളിലും വ്യക്തിപരമായി കുടുംബ പ്രാർത്ഥനയിലൊക്കെ പാടി സ്തുതിക്കുവാൻ നിങ്ങളെ സഹായിക്കും. അതിനോട് ചേർന്ന് ഉപയോഗിക്കുന്നതാണ് സെലിബ്രേറ്റ് ജീസസ് എന്ന പാട്ടുകളുടെ ഓഡിയോ CD. 55-ൽ അധികം പാട്ടുകളാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഇത് പല പ്രാവശ്യം കേട്ട് ആത്മാവിൽ നിറയാൻ ഒരു ലൈവ് വർഷിപ്പ് CD-യാണ്. ആശിഷമാരി ഒരു കഥയിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ഡയറി അത് നിങ്ങളെ പ്രാർത്ഥനയിൽ ഒത്തിരി സഹായിക്കുകയും കർത്താവിൽ നിന്ന് വേഗത്തിൽ മറുപടികൾ പ്രാപിക്കാൻ
സഹായിക്കുകയും ചെയ്യും. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകം. അപ്പോൾ തന്നെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രയോജനപ്പെടുന്ന ഒന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ കൈകളിൽ അത് എത്തിച്ചേരും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. കാരണം നാളെ ബ്ലെസ്സിങ് ടുഡേക്ക് 3 വയസ്സ് തികയുന്ന ദിവസമാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഫാന്റാസ്റ്റിക് എപ്പിസോഡ്. എല്ലാവരോടും പറയണം. നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ടോ ബന്ധുക്കളുണ്ടോ അവരോടെല്ലാം SMS അയയ്ക്കുക, ഫോൺ ചെയ്ത് പറയുക, നേരിട്ട് പറയുക. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏലിയുടെ കുടുംബത്തിലെ അവസാനത്തെ പുരോഹിതൻ ആര്? Who was the last priest from the house of Eli? Options: A. Sadok, B. Abiathar, C. Eliashib, D. Samuel. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.